അപ്പോൾ LBS താൽക്കാലിക റാങ്ക് ലിസ്റ്റ് മാറ്റിയിട്ട് ഇപ്പൊ ഫൈനലൈസ് ചെയ്തുകൊണ്ട് ആ ഫൈനൽ, അതായത് അവസാനത്തെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റ് എല്ലാവരും LBS സൈറ്റിൽ കയറിയിട്ട്, വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയാം, ആ വെബ്സൈറ്റിൽ കയറിയിട്ട് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കണം. ഇൻഡസ് റാങ്കും അതുപോലെ തന്നെ ഇൻഡസ് മാർക്ക്, അതുപോലെ തന്നെ ജനറൽ റാങ്ക്, അതുപോലെ തന്നെ ഏതെങ്കിലും ക്രൈറ്റീരിയ ഉള്ള റാങ്ക്, ഇതൊക്കെ ചെക്ക് ചെയ്യണം. അപ്പൊ ഓരോ ദിവസവും ഇനി ഇവിടെ അങ്ങോട്ടുള്ളത് ക്രൂഷ്യലാണ്. നോട്ടിഫിക്കേഷൻ എല്ലാ ദിവസവും LBS കയറിയിട്ട് നോട്ടിഫിക്കേഷൻ എല്ലാ കുട്ടികളും പ്രത്യേകം ചെക്ക് ചെയ്യണം. അതിന് മുന്നേ LBS എന്താണെന്നും LBS കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാർക്ക് ഇത് സംശയം ഉണ്ടെങ്കിലും അതുപോലെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇപ്പം തന്നെ അറിഞ്ഞു വെക്കണം എന്താണ് LBS വഴി +2 കഴിയുന്ന അല്ലെങ്കിൽ +2 കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്താണ് LBS, അതുവഴി എങ്ങനെയാണ് BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അപ്ലൈ ചെയ്യാനുള്ള കാര്യം വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർ വിളിക്കാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് LBS ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് തരും, എല്ലാവർക്കും അറിയാം. ഇനി ഈ റിസൾട്ടിൽ വേറെ ചേഞ്ചുകളൊന്നും നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, ഇതിന് മുന്നത്തെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാം, ടെമ്പററി ആയിരുന്നു. ആ റിസൾട്ട് കുറെ കറക്ഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് ഇപ്പൊ നല്ലൊരു റിസൾട്ട്, അതായത് ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. ഇനി എത്ര പേർക്ക് ഇതിൽ ഗവൺമെന്റ് സീറ്റിൽ കിട്ടുമെന്നുള്ള സംശയം ഉണ്ടാവും അല്ലെ? നമ്മുടെ ഗവൺമെന്റ് സീറ്റിൽ ഏകദേശം ഗവൺമെന്റ് കോളേജുകൾക്ക്, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ ഏകദേശം 1000 അടുത്ത് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ റാങ്ക് 1000 അടുത്തോ അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 1000, 1100, 1200 ഒക്കെ ആണെങ്കിൽ സംശയം ഉണ്ടാവും. 1200 ആണല്ലോ എന്റെ റാങ്ക്, അപ്പൊ കിട്ടാൻ ചാൻസ് ഇല്ല എന്നാരും പ്രതീക്ഷിക്കരുത്, എക്സ്പെക്ട് ചെയ്യാം. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരുപാട് കുട്ടികൾ നീറ്റ് ക്വാളിഫൈഡ് ആയി MBBS അതുപോലെ തന്നെ മറ്റുള്ള കോഴ്സുകളിലേക്ക് BDS, BHMS, BAMS, BUMS അങ്ങനെ ഒരുപാട് കോളേജുകളിലും, അതുപോലെ തന്നെ JEE പോലുള്ള, കീം പോലുള്ള മറ്റുള്ള എൻട്രൻസ് ക്വാളിഫൈഡ് ചെയ്ത് മറ്റുള്ള കോഴ്സ് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ റീറിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് ഒക്കെ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അപ്പൊ 2500 വരെയുള്ള കുട്ടികൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ റാങ്ക് നോക്കിയിട്ട് നമുക്ക് എവിടെ കിട്ടും എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, ഇനി ഗവൺമെന്റ് കോളേജുകളിൽ ഞാൻ പറഞ്ഞു 1000 അടുത്ത് സീറ്റേ ഉള്ളൂ. പക്ഷെ 1000 മേലെ 2500 വരെയുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് സീറ്റിൽ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സെൽഫ് ഫിനാൻസ് കോളേജ്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെയാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. ആ അഡ്മിഷൻ അനുസരിച്ച്, അതായത് റാങ്ക് അനുസരിച്ച് അവിടെയും കിട്ടും. അപ്പോൾ ഇനി എങ്ങനെ ഇത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നാളെ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, ഇതിന്റെ LBS വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ, പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയാൻ പറ്റും? ഓരോ കോളേജുകളിലേക്കുള്ള ഓപ്ഷൻ കൊടുക്കുന്ന ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ ആണ് ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ കൊടുക്കലാണ്. അപ്പോൾ ഓപ്ഷൻ കൊടുക്കുന്നതിന് മുന്നേ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത്, അഫോർഡബിൾ ആയ, അപ്പോൾ നിങ്ങൾ കോഴിക്കോടുകാരാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കണ്ണൂർ ആണെങ്കിൽ കണ്ണൂർ മെഡിക്കൽ കോളേജ്, മലപ്പുറം ആണെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ്, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെഡിക്കൽ കോളേജുകൾ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. കിട്ടാൻ ചാൻസ് ഉള്ളതല്ല ചെയ്യേണ്ടത്, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എത്ര കോളേജുകളാണ് ഇഷ്ടപ്പെട്ടത് അത്ര ഇഷ്ടപ്പെട്ട കോളേജുകൾ നിങ്ങൾ ഓരോ സ്റ്റേജ് അനുസരിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോസ്പെക്ട്സ്, LBS സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പ്രോസ്പെക്ട്സ് കാണാൻ പറ്റും. ആ പ്രോസ്പെക്ട്സിൽ ഓരോ കോളേജിന്റെയും ഡീറ്റെയിൽസും, അവിടെ എത്ര സീറ്റ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസും, ഏതൊക്കെ കോഴ്സ് ആണ് അവിടെ അലോട്ട് ചെയ്തതെന്നുള്ളതും ഡീറ്റെയിൽസ് പ്രോസ്പെക്ട്സിലുണ്ട്. ഡൗൺലോഡ് ചെയ്ത് അത് ഇന്ന് തന്നെ വാച്ച് ചെയ്ത് വെക്കുക. ഓക്കെ, മനസ്സിലാക്കി വെക്കുക, എഴുതി വെക്കുക. ഓക്കെ, വൃത്തിയായിട്ട് നോട്ടിൽ എഴുതി വെക്കുക. എന്നിട്ട് ആ സമയത്ത് ഒരു ടെൻഷനോ ഇതൊന്നും വേണ്ട, ധൈര്യമായിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിലാണ് നിങ്ങൾ അലോട്ട്മെന്റിൽ കിട്ടുന്നതെങ്കിൽ, ഇപ്പം 3 അലോട്ട്മെന്റ് ആണ് സാധാരണ കിട്ടാനുണ്ടാവാറ്. അതിന്റെ പുറമെ ഒരു 3 അലോട്ട്മെന്റ് വേറെ സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന അലോട്ട്മെന്റ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ 9 അലോട്ട്മെന്റ് വരെ നടക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ പ്രതീക്ഷിക്കണം നിങ്ങൾ. അപ്പൊ ഈ 3 അലോട്ട്മെന്റിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ നിങ്ങളിപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഓപ്ഷനായിട്ട് കൊടുത്തതെങ്കിൽ, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളെ ചൂസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് അതിലേക്കുള്ള ചെല്ലാനം അല്ലെങ്കിൽ ടോക്കൺ ഫീസ് ഉണ്ടാവും. ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 1000 രൂപയാണ് ഫീസ്. അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ ഏകദേശം ഒരു 25,000 രൂപ ഫീസ് വരുന്നുണ്ട്. ആ ഫീസ് നമ്മൾ അടക്കുക. അപ്പോൾ ഫീസ് അടക്കുന്ന സമയത്ത് ടെൻഷനൊക്കെ ഉണ്ടാവും, ഇത്രയും പൈസ അടക്കണമെന്നൊക്കെ. നിങ്ങൾ ധൈര്യമായിട്ട് അടച്ചോളൂ. ഓക്കെ, അപ്പോൾ ഒരു നോട്ടിഫിക്കേഷനും മെമ്മോ അയക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫീസ് അടക്കുക. കാരണം ആ ഫീസ് നിങ്ങൾക്ക് റീഫണ്ടബിൾ അല്ലെങ്കിലും നിങ്ങൾ ഫീസ് അടക്കൂലേ. ഇപ്പം കോളേജിലേക്ക് നിങ്ങൾക്ക് ഒരു ഫീസ് ഉണ്ടാവും, ഒരു എമൗണ്ട് ഉണ്ടാവും. ഈ എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് അടച്ചാൽ മതി, ഇത് അടച്ചു വരും. ഓക്കെ, അപ്പൊ ഇത് അടച്ചില്ലെങ്കിൽ നിങ്ങൾ ആ അലോട്ട്മെന്റിൽ നിന്ന് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർ തരുന്ന നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ നമ്മൾ അലോട്ട്മെന്റിൽ നിന്ന് പുറത്തു പോകും.
ഓക്കെ, ഇനി രണ്ടാമത്തെ ഫസ്റ്റ് അലോട്ട്മെന്റ് നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഡിലീറ്റ് ചെയ്യണം, നിർബന്ധമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഓക്കെ അത് സെലക്ട് ചെയ്ത് ഫീ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇനി ഫസ്റ്റിൽ നമുക്ക് കിട്ടിയില്ല, അപ്പൊ നമുക്ക് സെക്കൻഡിലേക്ക് പോവാം, തേർഡ് അലോട്ട്മെന്റിലേക്ക് പോവാം, ഫോർത്ത് അലോട്ട്മെന്റിലേക്ക് പോവാം. ഈ ഫോർത്ത് അലോട്ട്മെന്റിൽ നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ വേഗം കൺഫേം ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് വേഗം ആ കോളേജ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് നമ്മൾ സീറ്റ് കൺഫേം ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പം ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ടെൻഷനൊക്കെ ഒഴിവാക്കി നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി ഏതാണ് താല്പര്യം, എല്ലാവരും കൊടുക്കല്ല, താല്പര്യമുള്ള കുറച്ച് കോഴ്സുകൾ സെലക്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താ ചോദിച്ചാൽ ഡോക്യുമെന്റ്സ് ഇന്ന് തന്നെ റെഡിയാക്കി വെക്കണം. അവിടെ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് അതിന് അധികം സമയം കിട്ടില്ല നമുക്ക്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ട് ഡോക്യുമെന്റ്സ് നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പൊ അഡ്മിഷന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് കാർഡ് വേണം. അതായത് SSLCന്റെ കംപ്ലീറ്റ് മാർക്ക് കാർഡ്, ഒറിജിനൽ മാർക്ക് കാർഡ്, +2ന്റെ മാർക്ക് കാർഡ്. ഇനി സ്പെഷ്യൽ സ്കൂളുകളിലോ CBSE സ്കൂളുകളാണെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള മാർക്ക് കാർഡും അതിന്റെ അപ്ഡേറ്റ് ഫോമും വേണം. അതുപോലെ തന്നെ പിന്നെ ഇതിൽ നിന്നൊരു ഫോം കിട്ടും നിങ്ങൾക്ക് LBSന്റെ സൈറ്റിൽ നിന്ന് അഡ്മിഷൻ സമയത്ത് അത് കൊണ്ടുപോകാനും സബ്മിറ്റ് ചെയ്യാനുള്ള. അതിന്റെ പുറമെ നിങ്ങൾ പിന്നെ പഞ്ചായത്തിൽ പോയിട്ട് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സുകൾ, അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ റെഡിയാക്കി വെക്കുക. പിന്നെ ഹെൽത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെക്കണം. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ വാക്സിനേഷൻ, ഹെപ്പറ്റൈറ്റിസ് B വാക്സിന്, അതുപോലെ ചിക്കൻ പോക്സിനൊക്കെ വാക്സിൻ എടുക്കുന്നത് നന്നായിരിക്കും. അത് എടുത്തിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ഫോട്ടോസ് എടുത്ത് വെക്കുക, ആധാർ കാർഡ് റെഡിയാക്കി വെക്കുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആവശ്യമായ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ റെഡിയാക്കി വെക്കുക. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ പ്രൈവറ്റ്, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ അവിടെയാണ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ ഏകദേശം പിന്നെ ഇൻഡെക്സ് മാർക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏകദേശം 4000-3000 ആ റാങ്കിലൊക്കെ ആണെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് കിട്ടുക. അപ്പൊ അതിന് വേണ്ട ഫീ ഒക്കെ റെഡിയാക്കി വെക്കുക. ഏകദേശം 25,000 രൂപയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ചെല്ലാൻ അടക്കണം എന്ന് കൺഫേം ചെയ്തിട്ട് ബാക്കിയുള്ള ഫീ അടക്കുക. ഫീ അടക്കുമ്പോൾ 25,000 കുറച്ചിട്ട് അടച്ചാൽ മതി. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻ എപ്പോഴും ശ്രദ്ധിച്ചു വെക്കണം. നോട്ടിഫിക്കേഷൻ എപ്പോഴും വരും. LBSന്റെ സൈറ്റിൽ ഇന്ന് മുതൽ തന്നെ കയറി ചെയ്യാം. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ സൈറ്റ് സെർച്ച് ചെയ്യുന്നു. നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള സമയമാണ്. ഓപ്ഷൻ കൊടുക്കുമ്പോൾ ധൈര്യമായിട്ട് കൊടുക്കാം, പേടിക്കാതെ ടെൻഷൻ ഇല്ലാതെ ഓപ്ഷൻ കൊടുക്കുക. ഇഷ്ടപ്പെട്ട കോളേജുകളിൽ ആദ്യം കൊടുക്കുക, പിന്നീട് ഓരോ ലെവലാക്കി വെക്കുക. ഇപ്പോഴേ എഴുതി റെഡിയാക്കി വെക്കണം കേട്ടോ. ടെൻഷൻ ഒന്നും വേണ്ട, ധൈര്യമായിട്ട് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനി തുടർച്ചയായിട്ട് വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനോടും ടെൻഷൻ അടിക്കാതെ LBSനെ കുറിച്ചും 10ാം ക്ലാസ്സും അതുപോലെ തന്നെ +1 +2 പഠിക്കുന്ന കുട്ടികൾക്കും LBS എന്താണെന്നും LBSൽ എപ്പം മുതൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നും +2 കഴിഞ്ഞ ഉടനെ ആണോ അതോ +2 കഴിഞ്ഞ് മാർക്ക് കിട്ടിയതിന് ശേഷമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ +2 കഴിഞ്ഞതിന് ശേഷം LBS എന്താണെന്നും LBS വഴി എങ്ങനെയാണ് അലോട്ട്മെന്റ് കിട്ടുക എന്നും അഡ്മിഷൻ എടുക്കുക എന്നൊക്കെ മനസ്സിലാക്കണം. കാരണം ഒരുപാട് പേര് LBS എന്താണെന്ന് അറിയാതെ അലോട്ട്മെന്റ് കൊടുക്കാതെ വെച്ചിട്ടുണ്ട്. അവർക്ക് എന്നിട്ട് പുറത്തോ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ പോയിട്ട് നഴ്സിംഗോ പാരാമെഡിക്കൽ കോഴ്സൊക്കെ പഠിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല, ധൈര്യമായിട്ട് LBSനെ കുറിച്ച് പഠിക്കാം. അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന്, LBSന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആണ് വന്നത്, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. 2, LBSൽ ഗവൺമെന്റ് സീറ്റിൽ കിട്ടാൻ ഏകദേശം ചാൻസ് ആർക്കൊക്കെയാണ്, ആർക്ക് കിട്ടില്ല എന്നുള്ള കാര്യം. 3ാമത് നമ്മൾ പറഞ്ഞത് അതിന്റെ ഡോക്യുമെന്റേഷൻ ആണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റെഡിയാക്കി വെക്കേണ്ടത്. 4ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ 3 അലോട്ട്മെന്റ് ഉണ്ട്. ആ 3 അലോട്ട്മെന്റിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാറി കൊടുക്കണം, മറ്റുള്ള ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ 2ാമത്തെയും 3ാമത്തെയും അലോട്ട്മെന്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം, ധൈര്യമായിട്ട് വെയിറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കിട്ടിയവർ മാറി നിൽക്കണം, അല്ലാത്തവർ കിട്ടാത്തവരാണെങ്കിൽ തേർഡ് അലോട്ട്മെന്റിനും അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെന്റ് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ജനറൽ കാറ്റഗറി, SC ST അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് വേറെയും അലോട്ട്മെന്റ് നടക്കും, അതും വെയിറ്റ് ചെയ്യാം, അത് പ്രത്യേകം സെർച്ച് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. LBSഉം അതുപോലെ തന്നെ LBSന്റെ സംശയങ്ങളും മറ്റുള്ള കാര്യങ്ങളായിട്ട് വീണ്ടും പോവാം. താങ്ക് യു ഫോർ കൈൻഡ് കോപ്പറേഷൻ. ഷെയർ ടു ആൾ.